മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കാത്തതിനെതിരെ ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ 2 ദിവസത്തിനകം തീരുമാനമായില്ലെങ്കിൽ കോടതിയലക്ഷ്യ ഹർജി നൽകുമെന്ന് ബൈജു നോയൽ 24-നോട് പറഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1-2 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരാഴ്ചയായി. കാരണം തീർച്ചയായും അതിനകത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വളരെ പെട്ടെന്ന് തന്നെ നിയമിച്ചില്ലെങ്കിൽ, കോടതിയുടെ ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അതിനകത്ത് അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വരും. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഈ ഹൈക്കോടതി ഉത്തരവിൽ അന്വേഷണം പൂർത്തിയാക്കാൻ അത് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് കോടതി പറഞ്ഞത്. അത് കൃത്യമായ സമയം തീരുമാനിക്കാത്തതുകൊണ്ട് അന്വേഷണം ആരംഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ പരാതിക്കാരന് കോടതിയെ സമീപിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? എത്രയും പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണം, പുതിയ ആളെ നിശ്ചയിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു. അതിന് കാലതാമസം വരുത്തരുത് എന്ന് ഉത്തരവിൽ തന്നെ കോടതി പറയുകയും ചെയ്തതാണ് വിജയകുമാർ. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഈ കേസിൽ ഇതുവരെയും ഒരു അന്വേഷണ സംഘത്തെ, ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ DGP തയ്യാറായിട്ടില്ല. അതാണ് ഹർജിക്കാരനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്നുകൂടി പറഞ്ഞിരുന്നു. പക്ഷേ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് മുൻപ് എന്ത് അലംഭാവമാണോ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ നടത്തിയത്, അതേ അലംഭാവം തന്നെ DGPയും തുടരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്യും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 1-2 ദിവസം കൂടി കാത്തു നിൽക്കും. അതിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ ഈ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി കേരള ഹൈക്കോടതിയെ സമീപിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു നിയമ നടപടി എന്ന നിലയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും നിയമ നടപടികളിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് ബൈജു നോയൽ വ്യക്തമാക്കുന്നത്.